എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മെയ് 1 ലോക തൊഴിലാളി ദിനം. എല്ലാവർക്കും തൊഴിലാളി ദിനാശംസകൾ നേരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ചിക്കാഗോയിൽ 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിനോദം എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൊഴിലാളികൾ ചെയ്ത സമരത്തിനെതിരെ കുറേ ആളുകളെ വെടിവെച്ചു കൊന്നതിൻ്റെ ഓർമ്മയെ ആദരിക്കുവാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ദിനത്തിലാണ് നമ്മൾ ഈ തൊഴിലാളി ദിനം ആചരിക്കുന്നത് ഇപ്പോൾ മെയ് 1. പക്ഷേ ഇപ്പോൾ ഈ തൊഴിലാളി ദിനം നമ്മൾ വളരെ കെങ്കേമമായിട്ട് കൊണ്ടാടുമ്പോൾ, അല്ലെങ്കിൽ ആഘോഷിക്കുമ്പോൾ, എല്ലാ വിഭാഗത്തിലും പെട്ട തൊഴിലാളികൾക്ക് അർഹമായ പരിഗണന ഇല്ലെങ്കിൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. പ്രത്യേകിച്ച് ഈ ഡ്രൈവിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ സ്പന്ദനം തന്നെ ഈ ഡ്രൈവർമാർ ജോലി ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്കിപ്പോൾ ചരക്ക് ഗതാഗതത്തിനായാലും യാത്രയ്ക്കായാലും എന്തിനായാലും ഡ്രൈവർമാരെ ആശ്രയിക്കാതെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കത്തില്ല. പക്ഷേ നിർഭാഗ്യവശാൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങൾക്കും ഡ്രൈവർമാരെ വേണം, അവരെ ഇഷ്ടമാണ്. ആ ജോലി ചെയ്യുന്നവർ വളരെ അർപ്പണ മനോഭാവത്തോടുകൂടി ആ ജോലി ഇഷ്ടപ്പെട്ട് ഒരു ഒരു പക്ഷിക്കുഞ്ഞിന് പോലും ജീവൻ നഷ്ടപ്പെടരുത്, അപകടം വരുത്തരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടി ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഡ്രൈവർമാർ. ആളുകൾക്കും എല്ലാവർക്കും അവരെ ഇഷ്ടമാണ്. പക്ഷേ ഒരു സംഭവം നടന്നു കഴിയുമ്പോൾ, ഇല്ലൊരു അപകടം ഉണ്ടായി കഴിയുമ്പോൾ, വാഹനമാണ് റോഡിലിറങ്ങുമ്പോൾ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടായി കഴിയുമ്പോൾ ഇവരെ നിരുപാധികം കൈയൊഴിയുന്ന, ഇല്ല അവർക്ക് യാതൊരു പരിഗണനയും കിട്ടാത്ത ഒരു ഒരു സംഭവങ്ങളാണ് നമ്മുടെ നാട് നിങ്ങളെ കണ്ടുവരുന്നത്. ഇപ്പോൾ 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിനോദം എന്നൊക്കെ പറയുന്നത് ഇത് ഡ്രൈവർമാരുടെ കാര്യത്തിൽ ഒരു പ്രാബല്യത്തിൽ വരും എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് വിവിധ മേഖലകളിലുള്ള വാഹനങ്ങൾ ഓടിച്ച് വർഷങ്ങളുടെ ഒരു പരിചയമുള്ള ആളാണ്. അപ്പോൾ ഈ നാഷണൽ പെർമിറ്റ് ലോറികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മാസങ്ങൾ, ഒരു പക്ഷേ ദിവസങ്ങൾ, മാസങ്ങൾ കൂടിയാണ് ഈ സ്വന്തം നാട്ടിലേക്ക് കുടുംബത്തെ കാണുന്നതിനും ഈ കുടുംബം പോറ്റുന്നതിന് വേണ്ടിയാണല്ലോ ഓരോരുത്തർ ജോലികൾക്ക് പോകുന്നത്. അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാണ്. പക്ഷേ അവരെ തീരെ അവഗണിച്ചുകൊണ്ടില്ല, അവരുടെ ജോലി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന കുറേ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ചെറിയ വണ്ടിക്കാർ, ഈ കാറുകാർ, ബൈക്കുകാർ, അങ്ങനെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇവർ മാസങ്ങൾ കൂടി വീട്ടിലേക്ക് വരുന്ന ഈ തൻ്റെ ലോഡ് കൊണ്ട് എവിടെയെങ്കിലും ഇറക്കിയിട്ട് വീട്ടിൽ പോകണം, സ്വന്തക്കാരെയും ബന്ധുക്കാരെയും കുടുംബക്കാരെയും കാണണമെന്ന ആഗ്രഹത്തിൽ വരുന്ന അവർ ഈ 10, 15, 20 ടൺ ലോഡ് കയറ്റി വരുന്ന ആളുകളുടെ വണ്ടി അത്ര സ്പീഡിലൊന്നും ഈ പുതിയ ആധുനിക കാറുകളിലൊപ്പം ഒന്നും ഓടിയെത്തണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അവർക്ക് പെട്ടെന്ന് സൈഡ് കിട്ടിയില്ലെങ്കിൽ അവരെ വഴി തടഞ്ഞു നിർത്തുക, ഇല്ലെങ്കിൽ കയറ്റം വലിച്ചു കയറി പോകുന്ന വണ്ടിക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ വിലങ്ങി നിർത്തി അവനെ വലിമുട്ടിച്ച് അവിടെ നിർത്തി കഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട്, കാണുന്നുമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു തിരുവനന്തപുരത്ത് ഒരു രാവിലെ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് വണ്ടി ഉദ്യോഗതലത്തിൽ ഇല്ലെങ്കിൽ സാമൂഹിക തലത്തിൽ വരെ ഉന്നതിയിൽ നിന്ന് നിൽക്കുന്ന എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ വണ്ടി തടഞ്ഞു നിർത്തുന്നു. എന്നിട്ട് അയാളെ അവിടെ വെച്ച് മോശമായിട്ട് ചിത്രീകരിക്കുന്നു. അതായത് അവർ ചെയ്ത കൃത്യവിലോപങ്ങളിലും നിയമവിലോപങ്ങളൊന്നും ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല. അവർ ട്രാഫിക്കിൽ ഈ ആളുകൾ നടന്നാൽ സീബ്ര പോയിന്റിൽ വണ്ടി നിർത്തുന്നു. വണ്ടി ഈ യാത്രക്കാരുമായിട്ട് പോകുന്ന ഒരു ബസ്സും തടഞ്ഞു നിർത്താൻ ആർക്കും വകുപ്പില്ല, നിയമമില്ല എന്നാണ്. അത് തെറ്റാണ്, ജാമ്യമില്ലാത്ത കുറ്റമാണെന്നൊക്കെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ റെഡ് സിഗ്നലിൽ കിടക്കുന്നു എന്ന് പറയുന്നു, എന്നാൽ ഗ്രീൻ സിഗ്നലായി എന്ന് അതിൻ്റെ ഡ്രൈവർ പറയുന്നു. അപ്പോൾ ഇതിനൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഇതിന് ഈ വാഹനത്തിൽ 3 CCTVകൾ ആ വാഹനത്തിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പരിശോധിച്ചാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കാതെ ആ ഡ്രൈവറുടെ യാതൊരു വാക്കിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഈ വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, അവരാരും ആയിക്കോട്ടെ, ഏത് വിഭാഗത്തിലും പെട്ട ആളുകളായിക്കോട്ടെ, അവർ പറയുന്നത് മാത്രം കേട്ട് ആ ഡ്രൈവറെ തൽക്കാലം ജോലിയിൽ നിന്ന് പിരിച്ചു വിടുക, ഇല്ല മാറ്റി നിർത്തുക, അവർക്കെതിരെ നടപടി എടുക്കുമ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ വാഹനത്തിൽ അപ്പോൾ ആ സമയത്ത് 15 ആളുകളുണ്ടായിരുന്നു എന്ന് പറയുന്നു. 15 ഏത് തരത്തിലുള്ള ആളുകളും ആയിക്കോട്ടെ, ഏത് ജോലി ചെയ്യുന്നവരും ആയിക്കോട്ടെ, അവരെ ഇത്രയും സമയം മണിക്കൂറുകൾ ഈ പൊരി വെയിലത്ത്, ഈ AC ഒന്നും ഇല്ലാത്ത വണ്ടികളായി ഈ KSRTC മിക്ക വണ്ടികൾ, പൊരി വെയിലത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് ഈ ഈ ഇങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് അത്രയും നേരം ഒരു ദുരിതവും ദുഃഖവും ഇല്ലാതെ 2 കിലോമീറ്റർ ബസ് സ്റ്റാൻഡ് 2 കിലോമീറ്റർ ഇപ്പോൾ വെച്ചാൽ ഈ വാഹനം തടയപ്പെടുന്നത്, കൊണ്ടുവന്ന ആ ഡ്രൈവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ ഇറങ്ങി വന്ന് വണ്ടിക്കകത്ത് കയറി വന്നിട്ട്, അതിൻ്റെ കണ്ടക്ടറല്ല ഡ്രൈവറല്ല, പുറത്തുനിന്ന് ആരും ആയിക്കോട്ടെ, കയറി വന്നിട്ട് ഈ വണ്ടി ഇവിടം വരെ ഉള്ളൂ, നിങ്ങൾ ഇറങ്ങിപ്പോകൂ എന്ന് പറയുമ്പോൾ എന്തിന് ഞങ്ങൾ ഇറങ്ങിപ്പോകണം? ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ലേ ഈ വാഹനത്തിൽ യാത്ര ചെയ്തെന്ന് ചോദിക്കാനുള്ളൊരു സാമാന്യ മര്യാദ അതിനകത്താരും കാണിച്ചില്ല എന്നുള്ളത് പോട്ടെ. അത് അവർ പേടിച്ചിട്ടായിരിക്കില്ല, അവർക്ക് അത് പക്ഷേ ആളെ അറിയാമായിരിക്കില്ല, വന്ന ആൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇതിനിടയ്ക്ക് ആരോ വീഡിയോ എടുത്തു, ആ വീഡിയോ നിർബന്ധമായിട്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ രാഷ്ട്രീയ കുത്തകകളുടെ ഇല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരുടെ ഉദ്യോഗസ്ഥ ലോബികളുടെ ഈ ചൊൽപ്പടിക്ക് സാധാരണക്കാരെല്ലാവരും നിൽക്കണമെന്നാണോ? അപ്പോൾ ഈ 15 പേരിൽ ഒരാൾ പോലും ഈ ഡ്രൈവറെ സപ്പോർട്ട് ചെയ്ത് പരസ്യമായിട്ട് അവിടെ പറയുകയോ ഇല്ലെങ്കിൽ അവരുടെ മൊഴിയെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് കേസുകളൊക്കെ പിന്നാലെ വരുന്നു. എന്തായാലും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ ഡ്രൈവർമാരെന്ന് പറയുന്നവർ മികച്ചവരാണ്, സമൂഹത്തിൽ ആവശ്യമുള്ളവരാണ്. അവർ മണിക്കൂറുകളുടെ വ്യത്യാസമില്ലാതെ നാടിന് വേണ്ടി ഇല്ല അവർക്ക് വേണ്ടി തന്നെ തന്നെ ജോലി ചെയ്യുന്നവരാണ്. അവർ പരിഗണിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അവരെ സപ്പോർട്ട് ചെയ്യാൻ, അവർക്കൊരു അപകടം വരുമ്പോൾ
അവരെ മാറ്റി നിർത്താതെ അതിൻ്റെ വസ്തുതകൾ അന്വേഷിച്ച് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ബാധ്യത നമ്മുടെ ഈ സമൂഹത്തിനുണ്ട്, സർക്കാരിനുണ്ട്. അതുപോലെ എനിക്ക് നമ്മുടെ ഇവിടെ ചില നയങ്ങൾ മാറ്റം വരേണ്ടതുണ്ടെന്ന് എനിക്ക്. ഇപ്പോൾ 2 വണ്ടികൾ നമ്മൾ ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയ വണ്ടി ഏതാണോ അവനാണ് ഒന്നാം പ്രതി. ഇപ്പം നിർത്തിയിട്ടിരിക്കുന്ന ഒരു ലോറിയോ ബസ്സോ ആണെങ്കിൽ അതിലേക്ക് ഒരു ഓട്ടോറിക്ഷയോ ഒരു കാറോ ഒരു മോട്ടോർ സൈക്കിളോ ചെന്ന് ഇടിച്ച് അങ്ങോട്ട് ചെന്ന് കയറിയാൽ അവൻ്റെ ഈ വലിയ വണ്ടിക്കാരൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെങ്കിലും അവൻ ഒന്നാം പ്രതിയാകുന്ന ഒരു സമ്പ്രദായം അതൊക്കെ മാറ്റപ്പെടേണ്ടതാണ്. അത് ശാസ്ത്രീയമായ പല നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളിലൂടെ നമുക്കത് കണ്ടെത്താവുന്നതാണ് ആരാണ് ഇതിന് കുഴപ്പക്കാരൻ. എന്നിട്ട് അവരെ ശിക്ഷിക്കേണ്ടതിന് പകരം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത്. അതുപോലെ ഈ ഡ്രൈവർമാർക്ക് ഇല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും ഈ അവരുടെ അർഹമായ രീതിയിലുള്ള അംഗീകാരം അവർക്ക് ലഭിക്കണം. അതിന് നാട്ടുകാരായിട്ടുള്ള നമ്മളെല്ലാവരും അതിനൊന്നു നിൽക്കണം. അല്ലാതെ ഈ ബസ്സിലുണ്ടായിരുന്ന ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തടഞ്ഞു നിർത്തി പ്രശ്നമുണ്ടാക്കിയ ബസ്സിലുണ്ടായിരുന്ന 15 പേരെ പോലെ നിസ്സംഗരായിട്ട് അവർ ആരെങ്കിലും ഇറങ്ങിപ്പോകാൻ പറയുമ്പോൾ ഇറങ്ങിപ്പോകാതെ ഞങ്ങൾ ഇറങ്ങിപ്പോകില്ല, ഇല്ലെങ്കിൽ എന്താണ് കാരണം എന്നറിയണം എന്ന് പറഞ്ഞ് ആ തൊഴിലാളികളോടൊപ്പം നിൽക്കുന്ന അവനെ ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹമായി തീരാൻ നമുക്ക് ഒന്നിച്ച് പ്രയത്നിക്കാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി തൊഴിലാളി ദിനാശംസകൾ.